എന്താ ഇപ്പൊ നടക്കുന്നത്? സോങ് ഇറക്കുക. എന്റെ അമ്മോ, എന്നടാ ഇത്? ഒക്കെ ആറ്റം പീസുകളാണല്ലോ. ഹലോ ജയമോഹൻ. ഇത് ജയമോഹൻ. നമസ്കാരം. നമ്മുടെ ഡയറക്ടറാ. ഇരിക്കും. പുന്നൂസും പെണ്ണും പിള്ളയും വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നീ എയർപോർട്ടിലാണോ? ആ, കൂടെ പാലാക്കാരൻ മൈക്കിളും 2 കോഴകളുണ്ട്. എങ്ങോട്ട് പോകാനായിരിക്കും സാധ്യത? പാലക്കാരൻ മൈക്കിൾ, എങ്കിൽ പിന്നെ ഹോട്ടൽ സാജൻ. ശരി. Okay. I'll see you in a couple of hours. You take care, okay? Take care. മിസ്സസ് ഇറങ്ങിയില്ലേ? ഇല്ല, വിജയ്ക്ക് പോകണം. നാളെ ഒരു മനുഷ്യോദയുണ്ട് തിരുവല്ലയിൽ. അവിടെ ഇളയമേടെ മോളുടെ എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്ക് അങ്ങ് അതോട്ടിരിക്കാം. ഓ ഷോ, കം. ഓക്കെ അല്ലേ ദീപ? ഓക്കെയാണ്. ബാബു ഓക്കെയാണ് സാർ. ഓക്കെ ദീപ ഒന്നിരിക്കും, ഞാൻ ഇപ്പൊ വരാം. ശരി. സൂര്യ, യു വേർ റിയലി ഫാന്റാസ്റ്റിക്. അല്ലേ? ശാരീരിക സീനിൽ നന്നായിരുന്നു. ഇരിക്കുക. പിന്നെ ഒരു കുറച്ച് എക്സ്പോസ്ഡ് ആയോ എന്നൊരു സംശയം. ഏയ് ഇല്ല സർ, ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഒരു സിറ്റുവേഷനില് പിന്നെ ഫാന്റസി അല്ലേ സർ. ഇറ്റ്സ് ഓക്കെ സാർ. സൂര്യ മാം നാളെ രാവിലെ 7 മണിക്ക് വന്നാൽ നമുക്ക് ഓഫീസിൽ കോമ്പിനേഷൻ എടുക്കാമായിരുന്നു. ദാറ്റ്സ് ഓക്കെ സർ. പക്ഷേ രാജേഷ് എന്നെ ഒരു 6 o'clock വിടണം. എനിക്ക് ചെറിയ ഡബിംഗ് ഉണ്ട് സീരിയലിന്റെ. എന്റെ പൊന്നു സൂര്യ, പ്ലീസ് ഈ സീരിയലിൽ പോക്കൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? അല്ല സർ, ഒരു ഗസ്റ്റ് അപ്പിയറൻസാ. എന്റെ ആദ്യത്തെ സീരിയലിന്റെ ഡയറക്ടർ വിളിച്ചോണ്ടാ. പിന്നെ ഈ പടം കൂടി ഇറങ്ങി കഴിഞ്ഞാലേ പിടിച്ചാ കിട്ടത്തില്ല. എനിക്കറിയാം സർ. താങ്ക് യു. എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട. എനിക്കൊരു ഗിഫ്റ്റ് വേണം. ഈ പടം കഴിഞ്ഞോട്ടെ സർ. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ മേടിച്ചുതരാം. കളഞ്ഞു. അങ്ങനെയല്ല, നല്ല സ്നേഹത്തിൽ ചാലിച്ച ഗിഫ്റ്റ്. എന്താ പ്രശ്നം? 16, 17, 23 ഇവിടെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ ചേട്ടാ കാര്യം? ഒരു പ്രശ്നമില്ല. ഡേറ്റിന്റെ നീ വാമോളെ. എപ്പോ ഒന്ന് ചകരെ? ഭാര്യ നേരില് പോലെ കൂടെ ഉണ്ടായിട്ട് ഇയാളുടെ കളി ഇതാ. ഇയാള് സംവിധായകനല്ല, നടനാകണ്ട ആളാ. സിനിമയല്ലേ മോളെ? ആ ഡയറക്ടർ ദീപൻ സാർ അവിടെ. ഞാനതങ്ങ് മറന്നുപോയി. ഓക്കെ ശരി. സോറി സോറി സോറി. ഷൂട്ടിംഗ് ഇത്രയ്ക്ക് നീളന്ന് ഞാൻ വിചാരിച്ചില്ല. സോറി സർ. നാളെ ഞാൻ ചെന്നൈ വരെ പോവാണ്. പോകും മുമ്പ് സൂര്യയോട് കഥ പറഞ്ഞിട്ട് പോയാൽ ക്യാരക്ടറിന്റെ കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടുമല്ലോ. അതാ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. ഒരു മലയോര ഗ്രാമം. ഒരു കർഷക കുടുംബത്തിലെ ഏക മകളാണ് നായിക. അതായത് സൂര്യ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് സാറ. ഒരു രാത്രിയാണ്. മഞ്ഞു വീണ് തണുത്ത് ഉറങ്ങിച്ച ഒരു രാത്രി. ഭർത്താവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് നേരെ പോകുന്നത് കാമുവിന്റെ അടുത്തേക്കാണ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീക്വൻസ്. വെരി നൈസ്. അപ്പൊ ആരായിരിക്കും സർ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ഹീറോ ആയിട്ട്? കുഞ്ചാക്കോ ഭവൻ. അവിടെ നിന്ന് കാമുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ബംഗ്ലാവിന്റെ പൂമുഖത്ത് വെച്ച് അവർ ഒരു യുവാവിനെ കണ്ടുമുട്ടുന്നു. സ്വിമ്മിംഗ് പൂളിൽ വെച്ച് കണ്ട അതേ യുവാവ്. അയാളാണ് വില്ലൻ. നല്ല സർപ്രൈസ് ആയിരിക്കില്ലേ? അവിടെ വെച്ച് വില്ലൻ കുട്ടിയോട് പരിചയം കാണിക്കുന്നതേ ഇല്ല. അത് നമ്മളൊരു സസ്പെൻസ് ആയി മുന്നോട്ട് കൊണ്ടുപോകും. വില്ലനെ വകവയ്ക്കാതെ ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ പിന്നെ ഫുള്ള് കോമഡിയാണ്. ഇറങ്ങി 1000 രൂപ പിഴ അടച്ചിട്ട് പോണം. എന്തിനാ സർ? എന്തിനൊന്നു? അത് കൊള്ളാം. നിങ്ങൾ മൊബൈലിൽ സംസാരിച്ചോണ്ടില്ല ഡ്രൈവ് ചെയ്തത്? അല്ല സർ, അതൊരു എമർജൻസി കോൾ ആയിരുന്നു സർ. ഞാനത് അപ്പൊ തന്നെ കട്ട് ചെയ്തു. ആ മൊബൈലിങ് എടുത്തേ. കോൾ ഡ്യൂറേഷൻ നോക്കട്ടെ. വേണ്ട സർ, സാർ കേസ് ചാർജ് ചെയ്തോളൂ. നിങ്ങളെന്താ വിരട്ടുക? അല്ല സർ, ഞാൻ ചെയ്ത് തെറ്റാ, അതെനിക്കറിയാം. ഞാൻ ഫൈൻ അടിക്കാൻ തയ്യാറാ. ആക്ട്രസ് സൂര്യപ്രഭ അല്ലേ? അതെ സർ. ഇറങ്ങണ്ട. എന്താ പ്രശ്നം?
മൊബൈലിൽ സംസാരിച്ചോണ്ട് ഡ്രൈവ് ചെയ്യാൻ സാർ. ഓ മാഡം ഷൂട്ടിംഗ് കഴിഞ്ഞ് വരിക? അതെ സർ. ഞാൻ CI പാവമണി. ഹലോ. മാഡം മുമ്പ് അഭിനയിച്ചില്ലേ സീരിയൽ മഴയാമങ്ങൾ? അതിലെ പെർഫോമൻസ് വൈഫിനും മദറിലേക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. വല്ലപ്പോഴും ഈ സീരിയലിലും കൂടെ അഭിനയിക്കണം കേട്ടോ. തീർച്ചയായും സർ. ആളെ മനസ്സിലായില്ലേ? ഇല്ല. ആക്ടർ സൂര്യപ്രഭ. പെട്ടെന്ന് മനസ്സിലായില്ല. ഓ മാഡം, ഈ ഡ്രൈവ് ചെയ്യുമ്പോ മൊബൈലിൽ സംസാരിക്കരുത്. എസ്പെഷ്യലി ഒത്തിരി ഫാൻസ് ഉള്ള നിങ്ങളെ പോലുള്ളവര്. നഷ്ടം ഞങ്ങൾ കലാസ്വാദകർക്കാ. സോറി സർ. സോ സോറി. സോറി. ഇറ്റ്സ് ഓക്കെ. ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. ഡാൻസ് അയ്യോ ഇപ്പൊ പറഞ്ഞ നാം എടുത്തേ ഉള്ളൂ. 100 ആയിസ കേട്ടോ. ഞാൻ ബേബി വലിയ പറ്റും അങ്ങ് ബഹറില്ല. സോണിച്ചിന്റെ ഫ്രണ്ടാ. ഒരിക്കൽ ബഹറിൽ വെച്ച് ഡബിളൊന്നും പരിചയപ്പെട്ടോട്ടുണ്ട്. കിഴക്കേക്കുറ്റി ജോണി കുര്യക്കോസിന്റെ കൂടെ. ജോണി കുര്യക്കോസിന് മനസ്സിലായില്ലേ? അങ്ങ് മസ്കറ്റിലാ. ഞാനും ജോണിയും കൂടെ വല്ല സീരിയലോ സിനിമയോ മറ്റോ എടുത്താലോ എന്ന് ആലോചിക്കായിരുന്നു. എന്നതാ മോടെ അഭിപ്രായം? സിനിമയാണോ സീരിയലാണോ പ്രോഫിറ്റബിൾ അറിയാൻ വേണ്ടിട്ടാ? അതെ, സിനിമ തന്നെ പ്രോഫിറ്റ്. അതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കണം. ഇന്നത്തെ പോലൊരു 4 ഡാൻസ് അത് മതി പണം ഓടാൻ. എന്നാ ഡാൻസ് ആയിരുന്നു, ഇടിവെട്ടായിരുന്നു. നിനക്ക് ദുബായിൽ നിന്ന് കൊണ്ടുവന്ന 10,000 ദിർഹം സാധനം. ഇന്ത്യ ഇവിടെ 1 ലക്ഷം രൂപ ഇതാ. അത് എനിക്ക് ചാവി ഒന്ന് വേണം, ഒന്ന് പുറത്തു പോകാൻ. അവിടെ ഉണ്ട് കബഡിൽ. ഓക്കെ. പിന്നെ സോണച്ചൻ പുറത്തുണ്ട്. വല്ല ഐസോ സോണയോ വല്ല വേണം നീ കൊടുത്തേ. ഒന്നേ, ഞാനൊരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് സൽക്കാർക്ക് വീടിന്റെ പുറത്ത് വെച്ച് മതിയെന്ന്. നിങ്ങൾ ആരാ എന്റെ ഭർത്താവോ അതെന്റെ പിമ്പോ? മര്യാദക്ക് ജീവിച്ചിട്ടുണ്ടോ? ഒരു ഒറ്റക്കും യാത്ര മതി. പൊക്കിക്കൊണ്ട് നടക്കാനും അഭിനയിപ്പിക്കാനും ഭക്ഷണം കഴിക്കുന്നത് വേറെ ഒന്നും ചെയ്യണ്ട. എന്നൊരു ഭാഗ്യമായിട്ട് കണ്ടാ മതി. കണ്ടാന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റും പണവും മേടിച്ച് എന്റെ മുന്നിൽ കൊണ്ട് നിർത്തല്ല പോണ്ട. ഇപ്പൊ നിനക്ക് എനിക്കല്ലേ കൊണ്ട് അടുത്തപ്പോ ഇട്ടാച്ചു പോയി. ഇപ്പൊ പിന്നെ വന്നു. അയാളെ നിങ്ങൾ പഠിച്ചത് നിങ്ങളല്ലേ ഒരു തെറ്റ് ചെയ്യാത്ത നിങ്ങളാ